നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കി ഭാഗത്തേക്കുള്ള താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം വൈകിട്ടോടെ പൂർത്തിയാക്കാനാകുമെന്ന് മന്ത്രി കെ രാജൻ. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് 100 അംഗ പട്ടാള സംഘം ഉടൻ പുറപ്പെടും. പാലം നിർമ്മാണത്തിലുള്ള സാമഗ്രികൾ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നായിരിക്കും കൊണ്ടുവരിക. ഇത് ഉച്ചയ്ക്ക് എത്തിക്കുന്നതോടെ താൽക്കാലിക പാല നിർമ്മാണം വേഗത്തിലാക്കാൻ സാധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഈ പാലം നിർമ്മിച്ചാൽ മാത്രമേ JCB-കൾക്കും ഹിറ്റാച്ചുകൾക്കും ദുരന്ത മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പാലം നിർമ്മാണം തുടങ്ങിയാൽ 4-5 മണിക്കൂറുകൾക്കുള്ളിൽ പട്ടാളത്തിന് അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും മന്ത്രി രാജൻ അറിയിച്ചു. 2 ടീമുകളിലായി തിരിഞ്ഞാണ് നിലവിൽ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തിരയണമെങ്കിൽ JCB-കൾ എത്തിക്കണം. അതിനാലാണ് താൽക്കാലിക പാലം നിർമ്മാണത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത്. 85 അടി നീളമുള്ള പാലമാണ് നിർമ്മിക്കുക. ഇതിലൂടെ ചെറിയ മണ്ണുമാന്തി ഉൾപ്പെടെ പോകാനാകും. മഴ മാറി നിൽക്കുന്നത് ആശ്വാസം നൽകുന്നുണ്ടെന്നും പുഴയിലെ ഒഴുക്ക് കുറയുമെന്നും പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളുമായി 11 മണിയോടെ പ്രത്യേക വിമാനം കണ്ണൂർ വിമാനത്താവളത്തിലെത്തും. 8 ലോറികൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നീട് റോഡ് മാർഗം വയനാട്ടിലെത്തിക്കും. ബെയിലി പാലം നിർമ്മാണം രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സൈന്യത്തിന്റെ 3 കെഡാവർ ഡോഗുകളും ഒപ്പം എത്തും. മുണ്ടക്കി പാലം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് ഇന്നലെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു. ഉരുൾപൊട്ടലുണ്ടായി ഏകദേശം 13 മണിക്കൂറുകൾക്ക് ശേഷമാണ് മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് കടക്കാനായത്. സൈന്യമെത്തി താൽക്കാലികമായി ചെറിയ പാലം നിർമ്മിച്ചെങ്കിലും പുഴയുടെ പകുതി വരെ മാത്രമായിരുന്നു നീളം. ബലമുള്ള പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി സുഗമമാകും. മുണ്ടക്കൈ ഭാഗത്ത് 50-ലധികം വീടുകൾ തകർന്നിട്ടുണ്ട്. ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ട് മുണ്ടക്കയിലെ റിസോർട്ടിലും മദ്രസയിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും കുന്നിനു മുകളിലും എത്തിയ 100 കണക്കിന് ആളുകൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിൽക്കുന്നവരെ പൂർണ്ണമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻമരങ്ങൾക്കിടയിലും ആളുകളുണ്ടെന്ന് സംശയമുണ്ട്. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള നടപടികളുമായി അധികൃതർ രംഗത്തുണ്ട്. 4 സംഘങ്ങളായി 150 രക്ഷാപ്രവർത്തകർ മുണ്ടക്കയിലുണ്ട്. ഇതുവരെ ആരൊക്കെ നഷ്ടപ്പെട്ടുവെന്ന കാര്യത്തിൽ കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. നിലവിലെ കണക്കനുസരിച്ച് 95 പേരെ കാണാതായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാണാതായവരുടെ കണക്കുകൾ കൃത്യമായി ലഭിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നിലവിൽ ക്യാമ്പുകളിലൂടെ ആശുപത്രികളിലും ഉള്ളവരുടെ വിവരം ശേഖരിക്കലാണ്. ഇതിനെ കുടുംബശ്രീ, റവന്യൂ, ആരോഗ്യ വകുപ്പ്, പ്രാദേശിക ജനപ്രതിനിധികൾ എന്നിവരുടെ സഹായം തേടിയിട്ടുണ്ട്. നിലവിൽ സൈന്യം, പോലീസ്, അഗ്നിരക്ഷാസേന, NDRF എന്നിവരുടെ സംയുക്ത സംഘങ്ങളാണ് 4 ടീമുകളെ തിരഞ്ഞ് ദുരന്ത മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. ചില ടീമുകൾക്കൊപ്പം ആരോഗ്യ വകുപ്പിന്റെ സംഘം കൂടി പോയിട്ടുണ്ട്. അടിയന്തര വൈദ്യസഹായം അടക്കം നൽകേണ്ട ഘട്ടത്തിലാണ് ആരോഗ്യ വകുപ്പ് സംഘം കൂടി തിരച്ചിൽ സംഘത്തിനൊപ്പം പുറപ്പെട്ടിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരിൽ നിന്ന് പ്രാഥമികമായ വിവരശേഖരണം നടത്തും. തുടർന്ന് ആശുപത്രിയിൽ പരിക്കേറ്റ് കഴിയുന്നവരുടെ കണക്കും മൃതദേഹങ്ങളുടെ കണക്കുമായി ഒത്തുനോക്കും. ഇതിൽ നിന്ന് മാത്രമേ കാണാതായവരുടെ കണക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കൂ എന്നും മന്ത്രി പറയുന്നു. അതിനിടെ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മാനസികമായി തളർന്നവരാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്. പലരും മാനസികമായ നിരാശയിലേക്ക് നീങ്ങുകയാണെന്നും ഇവർക്ക് അടിയന്തരമായി കൌൺസിലിംഗ് നൽകണമെന്നും മന്ത്രി വ്യക്തമാക്കി. രക്ഷപ്പെട്ടെത്തിയ കുട്ടികൾക്കടക്കം കൌൺസിലിംഗ് നൽകുന്ന കാര്യത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.